Hi friends, Aaps like Savadam. In the video, I have a microphone. Boya is a company. This is DLSR camera. We have smartphone. This is the quality. If you have channel subscribe subscribe this video video പിന്നെ അതുപോലെ തന്നെയാണ് സപ്പോർട്ട് നല്ല കിഡിലെ സപ്പോർട്ടാണ് നിങ്ങൾ നൽകുന്നത് അപ്പോൾ ആ സപ്പോർട്ട് മുന്നോട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമുക്ക് ആമസോണിൽ നിന്ന് വന്നിട്ടുള്ള ബോക്സ് അതായത് മൈക്രോ പിന്നെ വരുന്ന ബോക്സ് ആണ് അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഒരു കിടിലൻ കവർ തരുന്നുണ്ട് ബോയ കമ്പനിയുടെ അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ബാറ്ററിയാണ് പിന്നെ നമുക്ക് അതിലേക്ക് സ്പോഞ്ച് വരുന്നുണ്ട് പിന്നെ ആംപ്ലിഫയറിൽ വലിയ ഇതിൽ കൊടുക്കേണ്ട ഒരു കണക്ടറും ഉണ്ട് ഇത് വന്നിട്ട് നമുക്ക് മൈക്കിൽ കണക്ട് ചെയ്യേണ്ടതാണ് അതായത് നമുക്ക് ഈ മൈക്കിൽ കണക്ട് ചെയ്യേണ്ടതാണ് ഇതാണ് കണക്ടറാണ് ഇതിനകത്ത് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും കണക്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് ബാറ്ററി എന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി ഇടണമെങ്കിൽ ഇങ്ങനെ ഇളക്കണം ഇതിൽ ഉള്ളിലേക്ക് ബാറ്ററി ഇടണം നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മൾ ആ ഒരു ബാറ്ററി ഓക്കെ ഇപ്പം നമ്മൾ ഇതിനകത്ത് ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ബോയയുടെ കമ്പനിയിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട് കാരണം വെച്ചാൽ ഒന്ന് നമുക്ക് സ്മാർട്ട് ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെതായിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട് അത് സ്മാർട്ട് ഫോണിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ സ്മാർട്ട് ഫോണാണ് ഈ മൈക്രോ വർക്ക് ആവുന്നത് തിരിച്ചതുപോലെ ക്യാമറ ആണെങ്കിൽ നമുക്ക് DLSR ക്യാമറയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അത് ക്യാമറ എന്നുള്ള അതിലേക്ക് നമ്മൾ ആ സ്വിച്ചിന് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ വളരെ ക്വാളിറ്റിയും പിന്നെ തുച്ഛമായിട്ടുള്ള വിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൈക്രോഫോണാണ് ബോയയുടെ ഈ മൈക്രോഫോൺ ഫോണിൽ അല്ലാതുള്ള റെക്കോർഡിങ് നമുക്കൊന്ന് നോക്കാം നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കുന്നത് ഏത് ക്വാളിറ്റിയിലാണെന്നും അത് പിന്നെ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ ഇതിൽ കേൾക്കുന്നത് ഏത് ക്വാളിറ്റിയിലാണെന്നും അത് പിന്നെ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊന്ന് ഈ മൈക്കിൻ്റെ ഈ ഒരു കണക്ടർ ഒന്ന് കണക്ട് ചെയ്യാം
നമ്മൾ ഈ ഓപ്ഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്ഷൻ നമ്മൾ സ്മാർട്ട് ഫോണിലേക്ക് മാറ്റുക. നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നന്നായിട്ട് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്നത് നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ അതില് ഇത് നമുക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഇതിന് വെളിയിലുള്ള ഒരു നോയ്സോ അല്ലെങ്കിൽ വേറെ സൗണ്ടുകളോ ഒന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ പറയുന്ന കാര്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് നോക്കാം. മറ്റെന്ന് വെച്ചാൽ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്നത്. ഇത് ഫോണിന്റെ ആണ്, ഇത് നമ്മൾ മൈക്കിന്റെ ആണ്. നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നന്നായിട്ട് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലാണ് കേൾക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വ്യത്യാസം, നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ മൈക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മൈക്ക് ഇല്ലാതെയാണ്. അപ്പം ക്യാമറയുടെ മൈക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈക്രോ നമുക്ക് ഇതിന് കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നീളം, ഒത്തിരി നീളം നമുക്ക് ലെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബോയുടെ മൈക്രോ ആണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. അതായത് നമുക്ക് ഇത്തിരി അകലത്തിൽ, അതായത് നമുക്ക് നമ്മുടെ ക്യാമറയുടെ ഒരു ലെൻസ് അല്പം അകലത്തിൽ സൂം ചെയ്ത് നമുക്ക് ഒരു ഫോക്കസിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ഒരിക്കലും ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു വോയിസിനെയും കാട്ടിയും ക്വാളിറ്റി നമുക്ക് ഈ മൈക്രോയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നല്ല ലെന്താണെന്ന് കാണാൻ കഴിയും. നല്ല ഒത്തിരി നീളമാണ് ഇതിൻ്റെ വയർ. സാധാരണ നമ്മൾ ഒരു ഇത്രയും നീളമുള്ളൊക്കെ ഒരു കേബിൾ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ലെന്തിനുള്ള വോയിസിൻ്റെ പവർ നമുക്ക് കിട്ടത്തില്ല. കാരണം അതിന് സപ്പോർട്ടിനാണ് ഈ ഒരു ബാറ്ററി പവർ കൂട്ടാൻ കണക്കാക്കി നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഐഡിയപരമായിട്ടാണ് ഈ ബോയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു മൈക്രോഫോൺ. അപ്പം തീർച്ചയായിട്ടും ഇത് നല്ലൊരു മൈക്രോ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വലിയ ഗുണകരമായിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ സപ്പോർട്ട് ഇതുപോലെ നൽകിയല്ലോ തന്നെ മുന്നോട്ട് നൽകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും നല്ലൊരു വീഡിയോ നമ്മൾ കാണും. ഓക്കെ, ബൈ.